ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് SQL എന്താണ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഡാറ്റാബേസിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, വേണ്ട സമയത്ത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും, ആവശ്യമുള്ള ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് ആവശ്യമുണ്ട്. ആ ലാംഗ്വേജിനെയാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് SQL അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് പറയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഡാറ്റാബേസ് ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ലാംഗ്വേജുകൾ, പിന്നെ എന്താണ് അല്ലെങ്കിൽ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതിനകത്ത് വരുന്ന ഫസ്റ്റ് ലാംഗ്വേജ് ആണ് DDL എന്ന് പറയുന്നത്. DDL എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഡാറ്റാബേസ് ലാംഗ്വേജിൽ. DDL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് എന്നാണ് അർത്ഥം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട എല്ലാ ടേബിളിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ടേബിൾസ് എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഒരു ഫയലിൻ്റെ അകത്താണ്. ആ ഫയലിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത്. ഡാറ്റ ഡിക്ഷണറിക്ക് അകത്താണ് നമ്മൾക്ക് വേണ്ട ടേബിൾസിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ആ ഫയലിനെയാണ് നമ്മൾ ഡാറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡുകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ പല ലാംഗ്വേജിലും പല കമാൻഡ്സാണ് യൂസ് ചെയ്യുന്നത്. ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമാൻഡുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് DDL എന്ന് പറയുന്നത്. അതിനകത്ത് DDL വരുന്ന കമാൻഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്രിയേറ്റ്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡുകൾ നമ്മൾ എവിടെ നിന്നാണ്, DDL-ലാണുള്ളത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഒരു ടേബിള് ഓൾട്ടർ ചെയ്യാനായിട്ടുള്ള കമാൻഡുകൾ, പിന്നെ റീനെയിം ചെയ്യാനായിട്ടുള്ള കമാൻഡ്, ടേബിളിനെ റീനെയിം ചെയ്ത് കൊടുക്കാനുള്ള കമാൻഡ്, അതേപോലെ തന്നെ ഒരു ടേബിള് ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡും എന്തിൽ തന്നെയാണുള്ളത്, DDL ലാംഗ്വേജിലാണ് ഉള്ളത്. ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജിൻ്റെ അകത്താണ് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടേബിള് ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഡാറ്റാബേസിൽ ടേബിൾ ഫോർമാറ്റിലാണ് എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ നമ്മൾ. അപ്പോൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡും സിൻടാക്സുമാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ സിൻടാക്സാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് എന്ന് കൊടുക്കുക, ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക. അതിനുശേഷം ടേബിൾ നെയിം കൊടുക്കണം. നമ്മൾ ഇഷ്ടമുള്ള ടേബിൾ നെയിം കൊടുക്കാം. ടേബിൾ നെയിമിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേബിളിൻ്റെ പേര് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ടേബിൾസ് കോളംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ഫസ്റ്റ് കോളത്തിൻ്റെ പേര്, കോളം നെയിം കൊടുക്കുക. അതിൻ്റെ ഡാറ്റ ടൈപ്പുകൾ പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ട സൈസ് പറഞ്ഞു കൊടുക്കുക. എത്ര ബൈറ്റാണ് നമുക്ക് സൈസ് വേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുക. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കാം, ക്യാരക്ടേഴ്സ് ആയിരിക്കാം, വാർക്യാർ ആയിരിക്കാം. ഏത് ടൈപ്പാണ് നമ്മുടെ ഫസ്റ്റ് കോളം, ആ കോളത്തിൻ്റെ ടൈപ്പും സൈസും പറഞ്ഞു കൊടുക്കാം. പിന്നെ കോമ ഇട്ടതിന് ശേഷം അടുത്ത കോളം പറയാം, അടുത്ത കോളത്തിൻ്റെ പേര് പറയാം. അതേപോലെ തന്നെ ടൈപ്പ്, അതിൻ്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളത്തിൻ്റെ പേരും പറയാം, ടൈപ്പും പറയാം, സൈസും പറഞ്ഞ് ഏറ്റവും അവസാനം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടണം. ഇതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സ് ആണ് ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര് പറയാം, പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് കോളത്തിൻ്റെ പേരും അതിൻ്റെ ടൈപ്പും സൈസും പറഞ്ഞു കൊടുക്കുക. കോമ ഇട്ടിട്ട് സെക്കൻഡ് കോളത്തിൻ്റെ പേര്, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, സൈസ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയും കോളത്തിൻ്റെ പേരുകളും അതിൻ്റെ ടൈപ്പും അതിൻ്റെ സൈസും പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സെമിക്കോളൻ ഇടണം. സെമിക്കോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യിപ്പിക്കുന്നത് കൊറീസ്. SQL കൊറികളെല്ലാം എൻഡ് ചെയ്യിപ്പിക്കുന്നത് സെമിക്കോളൻ വെച്ചിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സെമിക്കോളൻ ഇടാം. ഇനി അതിനൊരു എക്സാമ്പിളാണ് ചെയ്യാൻ പോണത്. ഞാനൊരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോണേണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതിയേക്കണേണ് ക്രിയേറ്റ് ടേബിൾ കീവേഡ് അതുപോലെ തന്നെയാണ്, മാറ്റം വരില്ല. ഈ ടേബിൾ നെയിമിൻ്റെ സ്ഥാനത്ത് ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ പേരാണ് കൊടുത്തേക്കണം. ടേബിളിന് പേര് കൊടുത്തേക്കണം സ്റ്റുഡൻറ്റ് എന്നാണ്. ഇനി ഫസ്റ്റ് കോളം നെയിമിൻ്റെ സ്ഥാനത്ത് ഞാൻ റോൾ നമ്പറാണ്, ബ്രാക്കറ്റ് ഇട്ടിട്ട് റോൾ നമ്പർ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് കൊടുക്കാം. ഇപ്പോൾ റോൾ നമ്പറാണ് ഞാൻ കൊടുത്തേക്കണം ടേബിളിൻ്റെ കോളം. റോൾ നമ്പർ കൊടുക്കാം.
പിന്നെ എന്താണ് ഡാറ്റ ടൈപ്പ് പറയണം. ഞാൻ നമ്പറാണ് കൊടുത്തേക്കുന്നത്. നമ്പർ കൊടുത്തു, ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കുക. 10 എന്ന് പറഞ്ഞ സൈസ് പറഞ്ഞു കൊടുത്തു. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സൈസ് പറഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ. അതേപോലെ തന്നെ അടുത്ത കോളത്തിൻ്റെ പേര് ഞാൻ മാർക്ക് എന്ന് കൊടുത്തു. മാർക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈപ്പ് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു. ബ്രാക്കറ്റിൽ ഞാൻ 10 എന്ന് പറഞ്ഞ സൈസ് കൊടുത്തിട്ട് സൈസിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടെ ക്ലോസ് ചെയ്യുകയും സെമി കോളൻ ഇട്ട് കൊടുക്കുകയും വേണം. ഇതാണ് ഒരു ചെറിയ എക്സാമ്പിൾ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അതിന് എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ സിൻടാക്സും അതിൻ്റെ എക്സാമ്പിൾസും ആണ് പഠിച്ചത്. ഇനി അടുത്ത കമാൻഡിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതാണ് ഓൾട്ടർ. ടേബിളിനെ എങ്ങനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് 2 രീതിയിൽ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ള ടേബിളിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുള്ള കോളംസ് പുതിയൊരു കോളം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തും കൊടുക്കാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും ടേബിൾ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഡിങ് ന്യൂ കോളം. ഒരു പുതിയ കോളം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടേബിളിൽ റോൾ നമ്പർ ഉണ്ടായിരുന്നു, മാർക്കും ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഒരു പുതിയ കോളം ആഡ് ചെയ്യാൻ പോകുന്നതാണ് അടുത്ത സിൻടാക്സ് എന്ന് പറയുന്നത്, ഓൾട്ടറിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര് പറയാം, ടേബിൾ നെയിം, പിന്നെ ആഡ് എന്ന് പറഞ്ഞ കീവേഡ് പറയാം. കാരണം പുതിയ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് ആഡ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. ആഡ് ബ്രാക്കറ്റിൽ നമ്മൾ ഏത് കോളമാണ് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ആ കോളത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ ഇടാം. ഇതാണ് സിൻടാക്സ്. ഓൾട്ടർ പറയാം, അത് കഴിഞ്ഞിട്ട് ടേബിളിൻ്റെ പേര്, നെയിം ഏത് വേണമെങ്കിലും ആകാം. നമ്മളിപ്പോൾ സ്റ്റുഡൻ്റാണ് ടേബിൾ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ താഴത്തെ സ്റ്റുഡൻ്റ് ആയിരിക്കും എഴുതണം. ഇപ്പോൾ ടേബിൾ നെയിം പറയാം. അവിടെ ആഡ് ചെയ്യാൻ പോലെയാണ് പുതിയ ടേബിളിലേക്ക് നമ്മൾ പുതിയ കോളം ആഡ് ചെയ്യാൻ പോലെയാണ്. അപ്പോൾ ആഡ് പറയാം, പിന്നെ ബ്രാക്കറ്റിൽ ആ പുതിയ കോളത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ടൈപ്പ്, ഡാറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ അത് പറയാം, നമ്പറാണോ ഇൻറ്റിജർ ആണോ എന്താണെന്ന് വെച്ചാൽ അത് പറയാം, സൈസ് പറഞ്ഞു കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ ഇടാം. ഇതാണ് സിൻടാക്സ് ഓൾട്ടർ ചെയ്യാനായിട്ട്, ഒരു പുതിയ കോളം ആഡ് ചെയ്യാനുള്ള സിൻടാക്സ്, കമാൻഡിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ, നമ്മൾ ഓൾറെഡി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ടേബിളിലേക്ക് ഒരു പുതിയ ഫീൽഡിലേക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യാൻ പോലെയാണ്. ഓൾട്ടർ ടേബിളിൻ്റെ നെയിമിൻ്റെ സ്ഥാനത്ത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ആഡ്, അതേപോലെ തന്നെ കീവേഡ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആ കോളത്തിൻ്റെ പേര്, പുതിയതായിട്ട് വരുന്ന കോളത്തിൻ്റെ പേര് എന്താണ്, ഗ്രേഡ് എന്ന് പറഞ്ഞു കൊടുക്കുക ബ്രാക്കറ്റിൽ. പിന്നെ അതിൻ്റെ ടൈപ്പ്, ഡാറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം, ക്യാറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് ഞാൻ ബ്രാക്കറ്റിൽ 5 എന്ന് പറഞ്ഞു കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ ഇടാം. ഇതാണ് എക്സാമ്പിൾ. ഓൾട്ടർ ചെയ്യാനായിട്ട് ഒരു പുതിയ കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡിൻ്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ ഡിലീറ്റ് ടേബിൾ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന കമാൻഡ് ഡ്രോപ്പ് എന്നുള്ള കമാൻഡാണ് കേട്ടോ. ഡിലീറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, ഡ്രോപ്പ് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടേബിളിനെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഓൾട്ടറിൻ്റെ കാര്യം. ഓൾട്ടറിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഒരു പുതിയ കോളം ആഡ് ചെയ്യണതാണ് ടേബിളിലേക്ക്, എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യണതാണ്. ഇനി നമ്മൾ പറയാൻ പോണ ഓൾട്ടറിൽ മോഡിഫൈ ചെയ്യാം. ഓൾറെഡി ഉള്ള കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പോ സൈസോ മോഡിഫൈ ചെയ്യേണ്ടി വരണയാണെങ്കിൽ ഏത് കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ടേബിളിൽ ഇപ്പോൾ മൂന്ന് കോളംസ് വന്നിട്ടുണ്ട്. ഒന്ന് റോൾ നമ്പർ ഉണ്ട്, മാർക്കും ആദ്യമേ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ ഗ്രേഡ് എന്ന് പറഞ്ഞൊരു പുതിയ കോളം കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോളത്തിൽ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളത്തിൽ മോഡിഫിക്കേഷൻ നടത്തണം. അതിൻ്റെ ഡാറ്റ ടൈപ്പോ അതിൻ്റെ സൈസോ മാറ്റി കൊടുക്കണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ സിൻടാക്സ് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. സെയിം തന്നെയാണ്, ഓൾട്ടർ ടേബിൾ തന്നെയാണ്, ടേബിളിൻ്റെ പേരാണ് ഇവിടെ പറയേണ്ടത്. പിന്നെ മോഡിഫൈ, ആഡിൻ്റെ സ്ഥാനത്ത് എന്തുവരും, മോഡിഫൈ ആണ്. കാരണം എന്താ, ഓൾറെഡി ഉള്ള ടേബിളിനെയാണ് മോഡിഫൈ ചെയ്യാൻ പോണത്. അതുകൊണ്ട് മോഡിഫൈ എന്ന് പറഞ്ഞു കൊടുക്കുക. ബ്രാക്കറ്റിൽ നമ്മൾ ഏത് കോളമാണോ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്, ഏത് കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പാണോ സൈസാണോ മാറ്റാൻ പോകുന്നത്, ആ കോളത്തിൻ്റെ പേരവിടെ പറയാം.
പുതിയ ഡാറ്റ ടൈപ്പ് എന്താണോ ആ ടൈപ്പ് പറയാ, സൈസ് പറയാ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടാം. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഓൾട്ടർ പറയാ, ടേബിളിൻ്റെ പേര്, മോഡിഫൈ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോളമാണ് മോഡിഫൈ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താ, ന്യൂ ഡാറ്റ ടൈപ്പ്, അതിൻ്റെ ടൈപ്പാണ് മാറ്റേണ്ടത്. അപ്പോൾ ടൈപ്പ് സൈസൊക്കെയാണ് മാറ്റണമെങ്കിൽ പുതിയ ഡാറ്റ ടൈപ്പ് എന്താണോ അതിന് കൊടുക്കേണ്ടത് ആ ഡാറ്റ ടൈപ്പ് അവിടെ പറഞ്ഞു കൊടുക്കുക, സൈസ് പറഞ്ഞു കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സെമിക്കോളൻ ഇടണം. ഇനി അത് എക്സാമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓൾട്ടർ ചെയ്ത് പുതിയൊരു കോളം കൂടി ആഡ് ചെയ്ത് ഗ്രേഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് മാറ്റം വരുത്തണത് എങ്ങനെയാണ്, ഓൾട്ടർ ടേബിളിൻ്റെ സ്ഥാനത്ത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു, മോഡിഫൈ തന്നെ എഴുതാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഏത് കോളത്തിനാണ് മാറ്റം വരുത്താൻ പോണത്, ഞാൻ മാർക്ക് എന്ന് പറഞ്ഞ കോളത്തിനാണ് മാറ്റം വരുത്തി കൊടുക്കാൻ പോണത്. അപ്പം മാർക്ക് എന്ന് പറഞ്ഞു കൊടുത്തു കോളത്തിൻ്റെ പേര്. അതിൻ്റെ ഞാൻ എഴുതിയിരുന്നത് എന്താണോ അത് മാറ്റിയിട്ട് എന്താക്കാൻ വേണ്ടി നമ്പർ എന്ന് കൊടുക്കും. നമ്പറിൻ്റെ സൈസ് മാറ്റി കൊടുക്കണേണ്, 25 ആക്കി കൊടുക്കണേണ് സൈസ്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടാം. ഇതാണ് എക്സാമ്പിളായിട്ട് പറയണത്. എക്സാമ്പിളിൽ ഓൾട്ടർ പറയാം, ടേബിൾ പറയാം, ടേബിളിൻ്റെ പേര് ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു, മോഡിഫൈ പറഞ്ഞു കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കോളത്തിൻ്റെ പേര് പറയണേ, മോഡിഫൈ ചെയ്യേണ്ട കോളം ഏതാണോ അതിൻ്റെ പേര് ഞാൻ മാർക്ക് എന്ന് പറഞ്ഞു കൊടുത്തു, ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുത്തു, അതിൻ്റെ സൈസ് പറഞ്ഞു കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടാം. ഇങ്ങനെയാണ് ഒരു ടേബിളിനെ ഓൾട്ടർ ചെയ്യണത്. 2 രീതി നമ്മൾ പഠിച്ചു. ആഡ് ചെയ്യാനുള്ളത് പഠിച്ചു, ഒരു കോളം പുതിയ കോളം ആഡ് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്നുള്ള സിൻടാക്സും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു. അതേപോലെ തന്നെ ഒരു കോളത്തിനെ മോഡിഫൈ ചെയ്യണത്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളത്തിൻ്റെ ടൈപ്പും സൈസും മോഡിഫൈ ചെയ്യണം എങ്ങനെയാണെന്നുള്ളതും പഠിച്ചു. ഓൾട്ടർ എന്ന കമാൻഡിൻ്റെ കീഴിലാണ് ഈ 2 മെത്തേഡ് പറയണത്. ഡിസ്കസ് ചെയ്തു. ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ്, അതിൻ്റെ എക്സാമ്പിൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾട്ടർ ചെയ്യാനുള്ള 2 രീതി പറഞ്ഞു. പുതിയൊരു കോളം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കോളത്തിൻ്റെ ടൈപ്പും സൈസും ചേഞ്ച് ചെയ്ത് കൊടുക്കാം, മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത കമാൻഡിലേക്ക് പോകണേണ് DDL. അടുത്ത കമാൻഡാണ് റീനെയിം എന്ന് പറഞ്ഞ കമാൻഡ്. നമുക്ക് ഓൾറെഡി ഉള്ള ടേബിളിൻ്റെ പേര് മാറ്റി പുതിയൊരു പേര് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് റീനെയിം എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. റീനെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സിൻടാക്സ് റീനെയിം എഴുതി കൊടുക്കുക. നമ്മുടെ ടേബിളിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണോ, പഴയ പേരെന്താണോ അത് ആ പേര് എന്ത് ചെയ്യുക, നമ്മളിവിടെ ടൈപ്പ് ചെയ്യും. ഇപ്പോൾ എന്താണോ പേര് ആ പേര് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓൾഡ് ടേബിൾ നെയിം കൊടുക്കുക. ടു എങ്ങോട്ടേക്ക് മാറ്റണം, പുതിയ ടേബിൾ നെയിം എന്താണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ പുതിയ ടേബിളിൻ്റെ പേരും കൂടി നമ്മുടെ നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സെമിക്കോളൻ ഇടാം. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. റീനെയിം പറയാം, ടേബിളിൻ്റെ പേര് ഓൾഡ് ടേബിൾ നെയിം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക. ടു പുതിയ എന്താണ് സെറ്റ് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം എന്താണെന്ന് വെച്ചാൽ ന്യൂ ടേബിൾ നെയിം കൊടുക്കുക, സെമിക്കോളൻ ഇടാം. ഇനി അതിൻ്റെ എക്സാമ്പിളാണ് പറയണത്. എൻ്റെ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്, എനിക്കത് സ്റ്റുഡാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റീനെയിം എന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ ടേബിളിൻ്റെ പേരെന്താണ് മാറ്റേണ്ടത്, ടേബിളിൻ്റെ പേരെന്താണ് സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ടു എങ്ങോട്ടേക്ക്, ഏത് പുതിയ നെയിമാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്, സ്റ്റുഡ് എന്ന് പറഞ്ഞ നെയിമാണ്, അപ്പം സ്റ്റുഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെമിക്കോളൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ പേര് എന്തായി മാറും, സ്റ്റുഡ് എന്ന് ആയി മാറും. പിന്നെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ടേബിൾ നമുക്ക് ഡാറ്റാബേസിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല. സ്റ്റുഡ് പറഞ്ഞാൽ മാത്രമേ ഇനി കമാൻഡുകൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് റീനെയിം ചെയ്യാം. ഒരു ടേബിളിൻ്റെ പേര് മാറ്റി മറ്റൊരു നെയിമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് DDL കമാൻഡാണ് റീനെയിം എന്ന് പറയുന്നത്. DDL കമാൻഡിൽ ഏറ്റവും ലാസ്റ്റത്തെ കമാൻഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡ്രോപ്പ് കമാൻഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ടേബിളിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഡ്രോപ്പ് കമാൻഡാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സിൻടാക്സ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സിൻടാക്സ് ഡ്രോപ്പിൽ വരുന്നതാണ്. ഡ്രോപ്പ് എങ്ങനെയാണ് കമാൻഡ് എഴുതുന്നതാണ്. ഡ്രോപ്പ് ടേബിൾ. അപ്പോൾ ടേബിൾ കഴിഞ്ഞ് ടേബിൾ നെയിം കൊടുക്കുക. പിന്നെ എന്താണ് ടേബിൾ നെയിം എന്ന് പറഞ്ഞാൽ ഏതാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ടേബിളിൻ്റെ പേരാണ് ടേബിൾ നെയിമിൻ്റെ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. സിൻടാക്സ് എന്താണ്, ഡ്രോപ്പ് ടേബിൾ നെയിം സെമിക്കോളൻ.
ഇനി അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിളിനെ നമ്മൾ റീനെയിം ചെയ്തിട്ട് സ്റ്റുഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡേ ഉള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, എനിക്ക് ഡ്രോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം ഡാറ്റാബേസിൽ നിന്ന്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഡ്രോ ടേബിൾ സ്റ്റുഡ്. ടേബിൾ നെയിമിൻ്റെ സ്ഥാനത്ത് സ്റ്റുഡ് എന്ന് പറഞ്ഞു കൊടുത്തു സെമിക്കോളൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ കമാൻഡ് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡ് എന്ന് പറഞ്ഞ ടേബിള് ഡാറ്റാബേസിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആയി പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന DDL കമാൻഡാണ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് 4 DDL കമാൻഡുകൾ. ക്രിയേറ്റ് ടേബിൾ, പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, ക്രിയേറ്റ് ടേബിൾ പറഞ്ഞു, ഓൾട്ടർ ടേബിൾ പറഞ്ഞു. ഓൾട്ടറിൽ 2 ടൈപ്പ് പറഞ്ഞിരുന്നു. പുതിയൊരു കോളം ആഡ് ചെയ്യണത് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളത്തിൻ്റെ ടൈപ്പും സൈസും മോഡിഫൈ ചെയ്യുന്നത് പറഞ്ഞു തന്നു ഓൾട്ടറിൽ. പിന്നെ വന്നതാണ് റീനെയിം. ടേബിളിൻ്റെ പേര് പഴയത് മാറ്റി പുതിയൊരു നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് റീനെയിം കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള ടേബിൾസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ, ഡാറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് 4ാമത്തെ കമാൻഡ് ഡ്രോപ്പ് കമാൻഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് DDL കമാൻഡുകൾ. ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജിൽ വരുന്ന കമാൻഡുകൾ പഠിക്കാനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQL ലാംഗ്വേജസ്. SQL ലാംഗ്വേജിലെ അടുത്ത ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ലാംഗ്വേജാണ് DML ലാംഗ്വേജ് എന്ന് പറയുന്നത്. DML ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് DML കമാൻഡുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ ഉള്ള ടേബിൾസിൻ്റെ അകത്ത് നമ്മൾ കുറേ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. ഓരോ ചിലപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം. ആ ടേബിളിൻ്റെ അകത്തുള്ള ഡാറ്റാസിനെ ഇൻസേർട്ട് ചെയ്ത്, ടേബിളിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ ആ ടേബിളിൻ്റെ അകത്തുള്ള ഡാറ്റാസിനെ അപ്ഡേറ്റ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാനായിട്ടോ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് DML ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഡിലീറ്റ് ചെയ്യാനായിട്ടും പുതിയ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, DML ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ലാംഗ്വേജിൽ വരുന്ന കമാൻഡുകളാണ് നമുക്ക് നോക്കാനുള്ളത്. 3 കമാൻഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് DML കമാൻഡ്സ് ആയിട്ട്. ഇൻസേർട്ട് ഇൻടു, ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യിപ്പിക്കാം, ഇൻസേർട്ട് ഇൻടു എന്ന് പറഞ്ഞ കമാൻഡ്. പിന്നെ അപ്ഡേറ്റ് കമാൻഡ്, അപ്ഡേറ്റ് ചെയ്യിപ്പിക്കുക. ടേബിളിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂസിന് മാറ്റം വരുത്തണം, അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വൺ, വേണ്ടാത്ത ഏതെങ്കിലും ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇത് 3 എണ്ണമാണ് നമുക്ക് DML കമാൻഡ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇൻസേർട്ട് ഇൻടു കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്, അതിൻ്റെ സിൻടാക്സ്. ഇപ്പോൾ ടേബിളിലേക്ക് നമുക്കൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് കമാൻഡാണ്, എൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇൻസേർട്ട് ചെയ്യാനുള്ള സിൻടാക്സ് ആണ് ഇൻസേർട്ട് ഇൻടു. അത് കമാൻഡാണല്ലോ. ഇൻസേർട്ട് ഇൻടു ടേബിളിൻ്റെ പേരെന്താണോ, ഏതിലേക്കാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ടേബിളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ടേബിളിൻ്റെയും. പിന്നെ വാല്യൂസ് എന്ന് പറഞ്ഞ കീവേഡ് പറഞ്ഞു കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ കോളത്തിലേക്ക് എന്ത് വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വാല്യൂ ആണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. കോമ, രണ്ടാമത്തെ കോളത്തിൽ എന്ത് വാല്യൂ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആ വാല്യൂ ആണ് രണ്ടാമത് പറഞ്ഞു കൊടുക്കേണ്ടത്. കോമ, അങ്ങനെ എത്ര വാല്യൂസ് ഉണ്ടോ, എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളത്തിലേക്കുള്ള വാല്യൂസ് നമുക്ക് കോമ ഇട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഏറ്റവും അവസാനം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, സെമിക്കോളൻ ഇടണം. ഇതാണ് ഇൻസേർട്ട് ഇൻടു കമാൻഡിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം വാല്യൂസ് എന്ത് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ റോൾ നമ്പർ കഴിഞ്ഞ് നെയിമാണ് കിടക്കേണ്ടതെങ്കിൽ നമ്മൾ റോൾ നമ്പർ തന്നെ ഫസ്റ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം സെക്കൻഡ് വാല്യൂ നെയിം കൊടുക്കേണ്ടത്. അല്ലാതെ തിരിച്ച് കൊടുക്കാൻ പാടില്ല. നെയിം ആദ്യം കൊടുത്തിട്ട് റോൾ നമ്പർ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അത് എററാണ്. അതുകൊണ്ട് നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഓർഡറാണോ ആ ഓർഡറിൽ തന്നെ വാല്യൂസ് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഇൻസേർട്ട് ഇൻടു ടേബിളിൻ്റെ പേര് പറയാം, വാല്യൂസ് ബ്രാക്കറ്റിൽ ഏതൊക്കെ വാല്യൂ ആണെന്ന് വെച്ചാൽ അത് പറയാം. ഫസ്റ്റ് കോളത്തിൽ എന്ത് വാല്യൂ ആണ് കൊടുക്കേണ്ടത് അത് പറയാം. കോമ, രണ്ടാമത്തെ വാല്യൂ എന്താണ്, കോളത്തിൽ എന്ത് വാല്യൂ ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക. കോമ, അങ്ങനെ എത്ര വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണ്ടോ അത്രയും വാല്യൂസ് കോമ ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടാം. ഇനി എക്സാമ്പിൾ
എക്സാമ്പിളിൽ ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് റോൾ നമ്പർ പറഞ്ഞു കൊടുക്കണം, ആ കൊച്ചിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം, മാർക്ക്, അങ്ങനെ 3 കോളംസ് ആണ് ഉള്ളത്. അപ്പോൾ ആ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ഇൻടു സ്റ്റുഡൻറ്റ്, ടേബിൾ നെയിമിൻ്റെ അവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. വാല്യൂസ് എഴുതി ബ്രാക്കറ്റിൽ ആദ്യത്തെ കോളം റോൾ നമ്പർ ആയതുകൊണ്ട് നമ്പറാണ് 1 എന്ന് പറഞ്ഞ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. കോമ നെയിമാണ് രണ്ടാമത്തെ കോളം. നെയിം എപ്പോഴും സിംഗിൾ കോഡ്സിൽ പറഞ്ഞു കൊടുക്കണം. സിംഗിൾ കോഡ്സിൽ അഞ്ജലി എന്ന് പറഞ്ഞ പേരാണ് പറഞ്ഞു കൊടുക്കുന്നത്. കോമ പിന്നെ മാർക്ക് ഞാനിവിടെ 400 ആണ് പറഞ്ഞു കൊടുത്തേക്കണത്. മാർക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു 400, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ. ഇതാണ് ഒരു ടേബിൾ, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത്, അടുത്ത് നോക്കാൻ പോകുന്ന കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ്. DML ലാംഗ്വേജിലുള്ള കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ്, ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത ഡാറ്റാസിൽ ഏതെങ്കിലും ഒരു ഡാറ്റ നമുക്ക് മാറ്റം വരുത്തണം എന്ന് വിചാരിക്കുക, അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിനുള്ള സിൻടാക്സ് ആണ് അപ്ഡേറ്റ് ടേബിളിൻ്റെ പേര്, ഏത് ടേബിളാണ് മാറ്റം വരുത്തേണ്ടത് ആ ടേബിളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. പിന്നെ സെറ്റ് എന്ന് പറഞ്ഞ കീവേഡ്, കാരണം എന്താ, സെറ്റ് ചെയ്യണ്ടേ, ഓൾറെഡി ഉള്ള ടേബിളിൽ ഒരു വാല്യൂ മാറ്റി വേറൊരു വാല്യൂ വെക്കണം. സെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് പറഞ്ഞു കൊടുക്കുക. ഏത് കോളത്തിൻ്റെ ആണോ മാറ്റം വരുത്തേണ്ടത് ആ കോളത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഈക്വൽ ടു പുതിയ വാല്യൂ എന്താണോ വയ്ക്കേണ്ടത് ആ വാല്യൂ എന്ത് ചെയ്യണം അവിടെ പറഞ്ഞു കൊടുക്കുക. സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് താഴത്ത് വേറെ എഴുതിയേക്കുന്നത്. വെയർ കണ്ടീഷൻ പറയാം. കണ്ടീഷൻ പറഞ്ഞാൽ നമുക്ക് ആ വാല്യൂ ടേബിളിൽ നിന്ന് എവിടെയാണോ മാറ്റം വരുത്തേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് അപ്ഡേറ്റ്, ടേബിളിൻ്റെ പേര് പറയാം. സെറ്റ് ചെയ്യേണ്ടത് ഏത് കോളത്തിൻ്റെ വാല്യൂ ആണോ ആ കോളത്തിൻ്റെ പേര്, പുതിയ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ടു ഇട്ടിട്ട് ആ വാല്യൂ പറഞ്ഞു കൊടുക്കുക. വെയർ എവിടെയാണെന്നുള്ളത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. സെമി കോളൻ ഇടാം. ഇനി അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും. അതിനകത്ത് വരുന്നതാണ്, എനിക്ക് മാർക്ക്, ഞാൻ അഞ്ജലി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു. റോൾ നമ്പർ 1 ആണ്, പേര് അഞ്ജലി എന്നാണ്, മാർക്ക് എന്ന് പറയുന്നത് 400 ആണെന്ന് പറഞ്ഞു. എനിക്ക് അഞ്ജലിയുടെ മാർക്ക് 500 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിലാണ് മാറ്റം വരുത്താൻ പോണത്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, മാർക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 500 ആക്കണം, 400 ആയിരുന്നു 500 ആക്കണം. മാർക്ക് ഈക്വൽ ടു എന്താണ് മാറ്റേണ്ട വാല്യൂ, 400 എന്ന് പറയുന്നത് 500 ആക്കണം. അപ്പോൾ 500 എന്ന് പറഞ്ഞു കൊടുക്കുക. വെയർ എവിടെയാണ്, വെയർ നെയിം ഈക്വൽ ടു അഞ്ജലി, സിംഗിൾ കോഡ്സിൽ അഞ്ജലി പറയണം. കാരണം നെയിം ആയതുകൊണ്ടാണ് സിംഗിൾ കോഡ്സിൽ പറയണത്. ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ വാർക്കാറിൽ എഴുതുന്ന അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള വേർഡ്സ് എല്ലാം എപ്പോഴും സിംഗിൾ കോഡ്സിൽ, ക്യാരക്ടേഴ്സൊക്കെ സിംഗിൾ കോഡ്സിലാണ് പറയേണ്ടത്. അപ്പം നെയിം ഈക്വൽ ടു അഞ്ജലി. അപ്പോൾ ടേബിൾ സ്റ്റുഡൻറ്റിൽ അഞ്ജലിന്ന് പേരുള്ളത് എവിടെയാണോ അവരുടെ മാർക്ക് എന്ന് പറഞ്ഞ കോളത്തിൽ 500 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അഞ്ജലി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സെമി കോളൻ ഇടണം. ഇതാണ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ടേബിളിൻ്റെ അകത്തുള്ള ഒരു റോയിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി DML ലാംഗ്വേജിൽ വരുന്ന ലാസ്റ്റ് കമാൻഡാണ് ഡിലീറ്റ് കമാൻഡ്. ഡിലീറ്റ് കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്കിപ്പോൾ വേണ്ടാത്ത ഏതെങ്കിലും ഡാറ്റാസ് ഉണ്ടെങ്കിൽ ആ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണ്ട, അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിനെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിലീറ്റ് കമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടേബിളിൽ വേണ്ടാത്ത ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് ഡിലീറ്റ് ഫ്രം. ഏത് ടേബിളിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ടേബിളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. വെയർ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. സെമി കോളൻ എവിടെ നിന്നാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ടേബിളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം, വെയർ കണ്ടീഷനും പറഞ്ഞു കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് അറിയാവുന്നത് ഏത് ടേബിളിലെ ഏത് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ നെയിമാണ് എൻ്റെ. അതിനകത്ത് അഞ്ജലി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഉണ്ട്, റോൾ നമ്പർ 1 ആണ്. അതിൻ്റെ മാർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, 500 ആക്കി. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യണം, അഞ്ജലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ടേബിളിൽ എത്ര പേരുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ടേബിളിൽ എത്ര പേരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടാത്തത് ഏതാണോ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പം ഞാൻ അഞ്ജലി എന്ന് പറഞ്ഞെടുത്തത് കൊണ്ടാണ് എക്സാമ്പിൾ പറയണത്. അപ്പം ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വെയർ നെയിം ഈക്വൽ ടു
അഞ്ജലി, സിംഗിൾ കോട്സിൽ അഞ്ജലി പറഞ്ഞു കൊടുക്കുക, സെമിക്കോളൻ ഇടുക. അപ്പോൾ നെയ്യും അഞ്ജലി വരുന്നത് എവിടെയാണോ ആ എൻ്റെയർ റോ ഡിലീറ്റ് ചെയ്ത് കളയണം ടേബിൾ സ്റ്റുഡൻറ്റിൽ നിന്ന്. ഇതാണ് ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വെയർ നെയിം ഈക്വൽ ടു അഞ്ജലി. ഇപ്പം അഞ്ജലി എന്ന് പേരുള്ള സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ടേബിളിൽ നിന്ന്, സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടുള്ള കമാൻഡാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 3 കമാൻഡ്സാണ് ഡി എം എല്ലിൽ പറഞ്ഞത്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് കമാൻഡ്സ് ആയിട്ട് ഒന്ന് ഇൻസേർട്ട് ഇൻറ്റു പറഞ്ഞു, രണ്ടാമത് അപ്ഡേറ്റ് പറഞ്ഞു, മൂന്നാമത്തത് ഡിലീറ്റ് പറഞ്ഞു. ടേബിളിൻ്റെ അകത്തുള്ള ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടും അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനകത്തുള്ള ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡുകളാണ് DML കമാൻഡുകൾ എന്ന് പറയുന്നത്. ഇത് ലാംഗ്വേജ് ആണ് DQL ലാംഗ്വേജ്. DQL ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാറ്റ ക്വറി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ടേബിളിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യണത്, അപ്ഡേറ്റ് ചെയ്യണത്, ഡിലീറ്റ് ചെയ്യണതൊക്കെ പഠിച്ചു. ഇനി ആ ടേബിളിലുള്ള വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണ്ടേ? ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡുകളാണ് DQL ലാംഗ്വേജിൻ്റെ അകത്ത് പറയുന്നത്. ഡാറ്റ ക്വറി ലാംഗ്വേജ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന കമാൻഡാണ് സെലക്ട് കമാൻഡ്. സെലക്ട് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിളിൻ്റെ അകത്തുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത് യൂസേഴ്സിന്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിളിലുള്ള വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൻ്റെ അകത്ത് എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടോ, എത്ര പേരുണ്ട്, ഇപ്പോൾ 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരുമിച്ച്, എല്ലാ കോളംസും ഒരുമിച്ച് നമുക്ക് വ്യൂ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് കമാൻഡ്. അതിൻ്റെ സിൻടാക്സ് ആണ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഏത് ടേബിളിൻ്റെ ഡാറ്റാസ് ആണ് വേണ്ടത് ആ ടേബിൾ നെയിം പറയാം. സ്റ്റാർ പറയുകയാണെങ്കിൽ ആ ടേബിളിൻ്റെ അകത്ത് എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. എക്സാമ്പിൾ ആണെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് എത്ര ഡീറ്റെയിൽസ് ഉണ്ടോ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ സമയം വ്യൂ ചെയ്ത് കാണാൻ സാധിക്കും, ഒറ്റയടിക്ക് വ്യൂ ചെയ്ത് കാണാൻ സാധിക്കും. ടേബിളിൻ്റെ അകത്തുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ കമാൻഡ്. ഇനി നമുക്ക് എല്ലാ കോളമൊന്നും വേണ്ട, ചില കോളംസ് മാത്രം മതി. ഇപ്പം നമ്മുടെ ടേബിളിൻ്റെ അകത്ത് റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാർക്കൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് അതിനകത്ത് നെയിമും മാർക്കും മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സ്റ്റാറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സ്റ്റാർ ഇടുന്നതാണെങ്കിൽ എല്ലാ കോളംസ് വരും, റോൾ നമ്പർ, നെയിം, മാർക്ക് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത് വേണ്ട, എനിക്ക് ആകെ കൂടി വേണ്ട 2 കോളംസ് മാത്രം എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേ ചെയ്താൽ മതി. അതിനുള്ള കമാൻഡാണ് പറയണത്. എല്ലാവരുടെയും നെയിമും മാർക്കും മാത്രം ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയാൽ മതി. എല്ലാവരുടെയും വേണം. അപ്പോൾ സെലക്ട് കോളത്തിൻ്റെ പേര്, ഏതൊക്കെ കോളംസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് ആ കോളത്തിൻ്റെ പേരുകൾ പറയാം. ഫസ്റ്റ് നെയിം എന്താണ് അത് പറയാം, കോളത്തിൻ്റെ നെയിം. രണ്ടാമത്തെ കോളത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അത് പറയാം. എത്ര കോളംസ് വേണോ അത്രയും കോളംസ് പറയാം. ഫ്രം ഏത് ടേബിളിൽ നിന്ന് വേണോ ആ ടേബിളിൻ്റെ പേര് പറയാം. സെമി കോളം കൊടുക്കാം. ഇനി അതിൻ്റെ എക്സാമ്പിളാണ് സെലക്ട്. ഞാൻ നെയിമും മാർക്കും മാത്രമേ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുള്ളൂ. സെലക്ട് നെയിം കോമ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് നെയിമും മാർക്കും മാത്രം, ആ 2 കോളത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രം എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. ആ എല്ലാ സ്റ്റുഡൻസിൻ്റെയും നെയിമും മാർക്കും മാത്രം എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്ത് കിട്ടാനുള്ള കമാൻഡാണ് സെലക്ട് നെയിം കോമ മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അവരുടെ നെയിമും മാർക്കും മാത്രം എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്ത് കിട്ടും, എല്ലാവരുടെയും കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് രണ്ടാമത് പറഞ്ഞത്. ഇനി ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മാത്രം ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്താൽ മതി. ഇപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കമാൻഡാണ് താഴത്തെ പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് സെലക്ട് കോളം. ഏതൊക്കെ കോളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ പേരുകൾ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയാം. കോളം നെയിം 1, കോളം നെയിം 2, എത്ര ഉണ്ടോ എന്ന് വെച്ചാൽ അത് പറയാം. ഫ്രം ടേബിൾ വെയർ കണ്ടീഷൻ പറയണം. കാരണം അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടാണ് ആ ടേബിളിൽ നിന്ന് ആ പെർട്ടിക്കുലർ ആളുടെ മാത്രം നമുക്ക് എന്ത് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. വെയർ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് വേറെ എഴുതിയേക്കുന്നത്. വെയർ കണ്ടീഷൻ പറയാം, സെമി കോളൻ ഇട്ട് കൊടുക്കുക. ഇനി അതിനുള്ള എക്സാമ്പിളാണ് എനിക്ക് റോൾ നമ്പർ 5 ഉള്ള ആളുടെ ഡീറ്റെയിൽസ് നെയിമും മാർക്കും മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ സെലക്ട് നെയിം കോമ മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് വെയർ റോൾ നമ്പർ ഈക്വൽ ടു 5. റോൾ നമ്പർ 5 ആയിട്ടുള്ള ആരാണോ
ആ വ്യക്തിയുടെ നെയിമും മാർക്കും മാത്രം എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന്. അതിനുള്ള കമാൻഡാണ് ഇത് യൂസ് ചെയ്യുന്നത്. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിളിലുള്ള ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. മൊത്തം ടേബിളിലുള്ള ഡാറ്റാസ് കംപ്ലീറ്റ് വരാനാണ് സ്റ്റാർ യൂസ് ചെയ്യുന്നത്. ഇനി ടേബിളിൻ്റെ അകത്തുള്ള ഏതെങ്കിലും സ്പെസിഫൈഡ് കോളംസ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണണം, എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കോളംസ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ടാണ് രണ്ടാമത്തെ കമാൻഡ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ കമാൻഡ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിയുടെ മാത്രം എടുത്ത് കാണണം എന്നുണ്ടെങ്കിലാണ് മൂന്നാമത്തെ കമാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് DQL കമാൻഡുകൾ എന്ന് പറയുന്നത്, സെലക്ട് കമാൻഡുകൾ എന്ന് പറയുന്നത്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഇതിനകത്ത്, ലാംഗ്വേജ് ആണ് DCL എന്ന് പറയുന്നത്. DCL എന്ന് പറയുന്നതാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്നാണ് ഇത് പറയുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന കമാൻഡുകളാണ് ഗ്രാൻഡും റിവോക്ക് എന്ന് പറയുന്നത്. ഗ്രാൻഡും റിവോക്ക് എന്ന് പറയുന്ന 2 കമാൻഡ്സ് ആണ് DCL യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ യൂസറിന് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പെർമിഷനെയാണ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ട്. അപ്പം ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് യൂസേഴ്സിന് അലൗ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗ്രാൻഡ് കമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അയാൾക്ക് റീഡ് ചെയ്യണം പെർട്ടിക്കുലർ ഡാറ്റാസ്, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതിന് ഓതറൈസേഷൻ കൊടുക്കാൻ പറ്റും, ഗ്രാൻഡ് ചെയ്യാൻ പറ്റും പെർമിഷൻ അഡ്മിനിസ്ട്രേറ്റർക്ക്. അപ്പോൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ കമാൻഡ്. ഇനി പെർമിഷൻ കൊടുത്തു, ആ അഡ്മിനിസ്ട്രേറ്റർക്ക് തന്നെ ആ പെർമിഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് റിവോക്ക് എന്ന് പറഞ്ഞ കമാൻഡ്. നമ്മളിപ്പോൾ ഒരു പ്രീവിയസ് ആയിട്ട് ഇപ്പോൾ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തേക്കണ ഏതെങ്കിലും ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കമാൻഡാണ് റിവോക്ക് എന്ന് പറഞ്ഞ കമാൻഡ്. അപ്പോൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പെർമിഷൻ കൊടുക്കാനും, റിവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ളതാണ് കമാൻഡുകൾ. ഇത് 2 കമാൻഡ്സ് ആണ് DCL വരുന്നത്. DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിൻ്റെ അകത്ത് പറയുന്നത്. താങ്ക് യു.